ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ ഒരു യാത്ര പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എല്ലാ വിഷമങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും എല്ലാത്തിൽ നിന്നും ഒരു റിലീഫ് എന്ന പോലെ ഞങ്ങൾ ഒരു യാത്ര പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെയും കൂടെ ഒപ്പം കൂട്ടാമെന്ന് വിചാരിക്കുന്നു. ഈ സ്ട്രെസ്സിൽ നിന്നൊക്കെ മാറാൻ വേണ്ടി പറ്റിയ ഒരു ഔഷധം എന്ന രീതിയായിരിക്കും നമുക്ക് യാത്ര എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഡ്രീം ഫാമിലി വ്ളോഗേഴ്സിലെ എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. ഒരു മോർണിംഗ് 7 o'clock തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോഴേ കറക്റ്റ് ആയിരിക്കുമെന്ന് നമുക്ക് തോന്നുന്നു. ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു യാത്ര പോകുന്നത് കേട്ടോ. വേറൊരിടത്തേക്കും അല്ല. നമ്മളിപ്പോൾ എത്തിയത് തെന്മലയിലാണ്. കല്ലട ഇറിഗേഷൻസിന്റെ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്താൽ മാത്രമേ അവിടെ ഓരോരുത്തരും നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഡാമൊക്കെ കാണാൻ പോവാമെന്ന് വിചാരിക്കുവാണ്. ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പോവുകയാണെ. നമുക്ക് അപ്പുറത്തെ സൈഡിലാണ് പാർക്ക്. ഈ ഡാമിന്റെ വ്യൂ കാണാൻ പറ്റുന്നത് അപ്പുറത്തെ സൈഡിലെ പാർക്കിലോട്ട് പോയാലാണ്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഫുഡൊക്കെ കഴിക്കണം. ഞങ്ങൾ ഫുഡൊക്കെ കൊണ്ടാ പോയേ. അപ്പോൾ കഴിക്കാൻ നിർത്തിയിടത്താണ് കണ്ടത് കേട്ടോ. കണ്ടോ, 2 പീക്കോക്കിനെ കണ്ടായിരുന്നു കേട്ടോ. മക്കളൊക്കെ നല്ല സന്തോഷമായിരുന്നു. ഹാപ്പി മൊമെന്റ്. ഇതൊക്കെ നമ്മുടെ സിറ്റി ലൈഫിൽ കിട്ടാത്ത കാര്യങ്ങളല്ലേ. ഇത് കണ്ടോ, തെന്മല എക്കോ ടൂർ ലേസർ സോണിൽ എത്തിയിട്ടുണ്ട്. നമ്മള് ഫ്രണ്ടേജിലാണ്. അവര് വേസ്റ്റ് ഒക്കെ ഇടാനായിട്ട് ഒരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിനകത്ത് എൻട്രി ചെയ്യാനായിട്ട് നമ്മൾ അപ്പുറത്തുനിന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. പാർക്ക് ചെയ്തിട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നേ. കണ്ടോ, ഈ ഇതൊക്കെ അതിന്റെ ഫ്രണ്ടിൽ കാണുന്ന ഒരു ഇതാണ്. കാരണം അവരുടെ ഫോറസ്റ്റ് ഓഫീസ്. ഇവിടെ നമ്മൾ ആ ടിക്കറ്റ് പാസ് കാണിച്ചാൽ മാത്രമേ മേളിലോട്ട് കയറ്റി വിടത്തുള്ളൂ കേട്ടോ. അവരുടെ ചെറിയ ഒരു ഷോപ്പാണ് കാണുന്നത്. ഒരു കൂൾ ബാർ ആണത്. തിരിച്ച് നമ്മൾ കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്കും അവരെ കണ്ടോ, ഒരു ഡെസ്ക് ഇട്ട് ഇരിപ്പുണ്ട്. ഇവിടെ നിന്ന് ആ പാസിന്റെ കൂടെ തന്നെ ഒരു 30 രൂപ വെച്ച് ഓരോ പെർ ഹെഡിന് കൊടുത്ത് നമ്മൾ ഇവിടെ നിന്നും കൂടി ഈ ഒരു പാസ് കൂടി മേടിക്കണം. ഇവിടുന്ന് പൈസ കൊടുത്ത് നമ്മൾ എൻട്രി ടിക്കറ്റ് കൂടി എടുത്ത് മേളിലേക്ക് വീണ്ടും കയറാൻ പോവുകയാണ്. വേണ്ട, അതിൽ എഴുതി വെച്ചിട്ടുണ്ട് ദിസ് വേ എന്ന്. ഇതുവഴിയാണ് നമുക്ക് മേളിലേക്ക് പോവേണ്ടതേ. തിരിച്ച് അവര് ഓരോന്നിന്റെയും ഇത് എഴുതിയിട്ടുണ്ട്. സംസ്ഥാന പുഷ്പം, നമ്മുടെ ഫ്രൂട്ട്, അതിനെ കുറിച്ചൊക്കെ ആ ബോർഡിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇതുവഴി വേണം കയറാനായിട്ട്. കണ്ടോ, മക്കളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവർ ഫസ്റ്റ് ടൈം അല്ലേ. ഇതിങ്ങനെ എന്താണെന്ന് അറിയില്ലല്ലോ. ഞങ്ങളും അവർക്കിങ്ങനെ സ്പീഡിൽ ഓടിച്ചാടി പോകണം എന്നുള്ള ഇതാണ്. എനിക്ക് ടെൻഷനുണ്ട്. വേറെ ആരും നമ്മളെ കൂടെ വരത്തില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത് കേട്ടോ. അതിനാണ്ട് കണ്ടോ, ഈ സൈഡിൽ കണ്ടോ, അവിടെ ഒരു കമ്പിയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇച്ചിരി ഒരു റിസ്ക് ആണ്. നമ്മൾ കുട്ടികളെ അത്രയും ശ്രദ്ധിച്ച് കൊണ്ടുപോകണം. ഇത് കണ്ടോ, ഒരു കൊരങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അതിൽ പോയി ഒന്ന് മക്കള് കളിക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത് പോയിട്ട് കണ്ടോ, തൊഴുന്നൊക്കെ കണ്ട്. അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് നടക്കുവാണ്. അയ്യോ, ഒട്ടും വയ്യ കേട്ടോ. അതായത് കുറച്ചുകൂടി കഴിഞ്ഞപ്പോ അങ്ങോട്ട് എന്താ ഏതാ ഒന്നും അറിയത്തുമില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ. നടന്ന് തീരുമാനമായി ഫ്രണ്ട്സ്. ഇതിനേക്കാളും ബെറ്റർ ഓപ്ഷൻ, ഇത് ടിക്കറ്റ് എല്ലാം എടുത്തു കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ ഗാർഡ് പറഞ്ഞത് അവര് ഒരു വണ്ടി അറേഞ്ച് ചെയ്യും. ഒരു 600 അങ്ങനെ എങ്ങാണ്ട് എന്തോ ആണ്. ആ ഒരു എമൗണ്ടിൽ നമുക്ക് 10 പേർക്ക് വരെ ആ വണ്ടിയിൽ പോവാം. ഒരു ഫാമിലിയിൽ 10 പേര്. ആ ഒരു ഫാമിലി മാത്രമേ പോകത്തുള്ളൂ. അല്ല, 4 പേരായാലും ആ ഒരു റേഞ്ച് തന്നെ ആയിരിക്കും എന്നാ പറഞ്ഞത്. അവര് ആ വണ്ടിയിൽ അവിടെ ഫുള്ള് കാണിക്കും. ഡാമിന്റെ ആ സൈഡൊക്കെ കൊണ്ടുപോകും. വെള്ളം കുറവാണെങ്കിൽ കുളിക്കാം എന്നൊക്കെ പറഞ്ഞേ. പക്ഷെ നമ്മൾ ഈ ടിക്കറ്റ് എടുത്തായിരുന്നേ 400, എല്ലാം കൂടി ഒരു 400 കൊടുത്താ നമ്മൾ ടിക്കറ്റ് എടുത്തേ. പക്ഷെ അത് നല്ല എക്സ്പീരിയൻസ് ആണ്. കാട്ടിൽ കൂടി അപ്പോഴുണ്ട് നമ്മളെ ഫ്രണ്ട് ഇതാ നിൽക്കുന്നുണ്ട്. മക്കൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. ഇനി അങ്ങോട്ട് ഡിനോസിന്റെ സ്റ്റാച്യൂസ് ഇതിന്റെ ഇടയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനൊരു ഒറിജിനൽ ഫീലൊക്കെ വരുന്ന ലെവലിലാണ് ചെയ്തിരിക്കുന്നത്. അത് ഇച്ചിരി എന്റർടൈൻമെന്റ് ആയിട്ട് ഫീൽ ചെയ്തു. അവര് എല്ലാ ഇതും കണ്ടപ്പോൾ അവർക്ക് നല്ല രസമായിട്ട് തോന്നി. ഇടയ്ക്ക് എൻ്റെ രണ്ടാമത്തെ മോൻ പറയുന്നുണ്ട്, അയ്യോ അമ്മ മതി, നമുക്ക് വീട്ടിൽ പോയാലോ. അവരൊക്കെ ഇങ്ങനെ എവിടെന്നാ ഫോണിൽ കളിക്കുക, വീട്ടിലിരിക്കുക, കുറച്ച് സമയം എന്നാലും പോയാലും പാർക്ക് മാത്രമല്ലേ പോകത്തുള്ളൂ. അവർക്ക് ഇങ്ങനെയൊന്നും നടന്ന ശീലമില്ലല്ലോ. അതുകൊണ്ട് പോയാലോ മതിയായോ. അപ്പൊ ഞാൻ വിചാരിച്ച്, ആഹാ, ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ യാത്ര മതിയാക്കാം എന്ന് പറയുന്നുണ്ടല്ലോ. കാര്യമൊക്കെ തീരുമാനമാവുമെന്നാ വിചാരിച്ച്. അയ്യോ, ഇതിന്റെ ഇനി എവിടെയാണ് ഈശ്വര എന്നാ നമ്മുടെ ഒരു ഇത്. എന്താ വെച്ചാൽ എന്റെ എത്തുന്നുമില്ല, നടന്ന് തീരുമാനം ആവുന്നുണ്ട്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഈ വരുന്ന ഐറ്റംസ് നമ്മളെ നന്നായിട്ട് എന്റർടൈൻമെന്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങളെയല്ല, മക്കളെ നന്നായിട്ട് എന്റർടൈൻമെന്റ് ചെയ്യുന്നു. അവിടുത്തെ പക്ഷികളെ കുറിച്ചും മൃഗങ്ങളെ കുറിച്ചും അവിടെ ഉള്ളതിനെ കുറിച്ചൊക്കെ ബോർഡിൽ അവർ എക്സ്പ്ലനേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ കൊള്ളാം. വേറെ ആരും ഇല്ലാത്തതിന്റെ ഒരു പേടിയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഈ പറയും പോലെ നടന്ന് വയ്യ ഫ്രണ്ട്സ്. അത് വേറൊരു ഇതാണ്, സത്യമാണ്.
ഇനി എത്ര ദൂരം നടക്കേണ്ടി വരും, എന്താണ് ഏതാണ്, ആരും ഇല്ലല്ലോ ചോദിക്കാൻ കൂടി എന്ന് പറഞ്ഞ് അങ്ങനെ കഷ്ടപ്പെട്ട് ഇവരെ എല്ലാം കണ്ട് ഇവരുടെ അടുത്ത് ചോദിക്കാനും പറ്റും. എൻ്റെ മോൻ പറയുന്നുണ്ട് ഇവരുടെ അടുത്തെങ്കിൽ ഇവരുടെ അടുത്ത് കണ്ടില്ലേ, ആ വേരിന്റെ ഇടയിൽ കൂടെയൊക്കെയാണ് പോവേണ്ടത്, മലയാളികൾ ഇതിന്റെ അപ്പുറം ചാടി കടന്നിട്ടില്ലേ ഉള്ളു. അങ്ങനെ നമ്മളെല്ലാം ഒരു ഇൻസ്പിറേഷന്റെ പുറത്ത് അങ്ങ് നടക്കുവാണ്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ നടക്കാൻ വേറെ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. ചെറിയ പേടിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോഴിതാ ദൈവദൂതരെ പോലെ ദാ ഇവരെ കണ്ടെത്തി. ഇവര് നമുക്ക് മുന്നേ വന്ന് പാവം കുറച്ചുകൂടിയൊക്കെ മേളിൽ പോയി കേട്ടോ. നമ്മളെ കണ്ടപ്പോ അവര് പറഞ്ഞു മേളിൽ പോയിട്ടൊന്നും ഒരു കാര്യമില്ല മക്കളെ, അവിടെ ഒന്നുമില്ല, ചുമ്മാ നടന്ന് നടന്ന് ഞങ്ങളുടെ കാലൊക്കെ പോയിരുന്നു. ആ കേട്ട പാടെ ഞങ്ങൾ അതുവഴി മതിൽ ചാടി കേസ്. അങ്ങനെ ഒരുവിധം ഡെസ്റ്റിനേഷൻ എത്തി. ഇതാ നമ്മുടെ ഡാം. ഇത് കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഇത്രയും കറക്കി ചുറ്റി നമ്മള് ഇതൊക്കെ കണ്ട് കാട്ടിനിടയിൽ കൂടെയൊക്കെ നടക്കുന്നത്. നല്ല രസമാണ്. കല്ലട ഡാമാണിത്. ഡാമിന്റെ രണ്ട് സൈഡിലും ചെറിയ രീതിയിൽ വാട്ടർഫോൾസ് കാണാൻ പറ്റും. നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ. എൻ്റെ ഹസ്ബൻഡ് കൃത്യമായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കാണിക്കും, ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണ് കേട്ടോ, സെൽഫി ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഇവരെന്തോ കൂട്ടായ്മയുടെ ഇതിൽ വന്നതാണ്. അവരുടെ കൂടെ ഒരു കുഞ്ഞു കുട്ടിയുടെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും വയസ്സായവരാണ്. അവിടെ ഫോറസ്റ്റിലെ വർക്ക് ചെയ്യുന്നവരാണ്. അതിന്റെ കൂടെ തൂക്കുപാലവും കൂടി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഈ വന്ന ചേച്ചി പറഞ്ഞതോ ഇപ്പോഴാണ് ആശ്വാസമായത്. ശ്വാസം നേരെ വീണത് ഭയങ്കര കുലുക്കമാണെന്നാ പറഞ്ഞത്. ഞാൻ അതോടുകൂടി ആ ഒരു നിർത്തി. തിരിച്ചു സ്പ്രിങ്ങിങ് തിരിച്ചു വരുമ്പോ കടുക്കും ഗൈസ്. പിന്നെ അല്ല, ഞാനും ഇളയാളും പോയിട്ടില്ല ഫ്രണ്ട്സ്. അങ്ങനെ നമ്മൾ തിരിച്ചെത്തി ഫ്രണ്ട്സ്. അങ്ങനെ ഡെസ്റ്റിനേഷൻ കണ്ടു, സമാധാനമായി. അങ്ങനെ ഈ പരിപാടി കഴിഞ്ഞു. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ മോൻ പേടിച്ചോടി വന്നത് വേറൊന്നുമല്ല, അവിടെ അത്രയും കുരങ്ങന്മാരെ കണ്ടു. അതുകൊണ്ട് ആള് പേടിച്ചോടി വന്നത് കണ്ടോ. അവര് അവരുടെ വാസസ്ഥലമല്ലേ ഇതൊക്കെ. അങ്ങനെ അവര് കണ്ടോ താഴത്തും തറയിലും എന്താരെന്ന് മേടിച്ചു. അങ്ങനെ വണ്ടി എടുത്ത് നടന്ന ക്ഷീണം മാറ്റാൻ എന്ത് ചെയ്യാന്ന് നോക്കിയപ്പോഴാണ് ഐസ് ബേ കണ്ടത്. പിന്നെ നമുക്ക് വിഷമിക്കണ്ടല്ലോ, നമ്മൾ അതിൽ കയറി തിരിച്ചിനി പാർക്കിലോട്ടാണേ. അപ്പൊ പോകുന്ന വഴിയിലാണ് ഇവരുടെ കൂട്ടായ്മ അവിടെ ഇരിപ്പുണ്ട്. ഒരു റോഡിലും വഴിയിലും വക്കത്തും കുഞ്ഞുങ്ങളും അമ്മയും മക്കളും കുടുംബത്തോടു കൂടി അങ്ങനെ സന്തോഷിച്ച് നടക്കുവാണ് കേട്ടോ. ഇതാണ് ചിൽഡ്രൻസ് പാർക്ക്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ആ ഫ്രണ്ടിൽ നിന്ന്. പക്ഷേ ഭയങ്കര വേസ്റ്റ് ആയി പോയ ഒരു ഇതായിരുന്നേ. കാര്യം കുറെ നാളുകൾക്ക് മുന്നേയൊക്കെ അവർ ചെയ്തിരുന്നതാണ്. ഈ നക്ഷത്ര മരങ്ങളൊക്കെ നട്ടിട്ട് കൊച്ചുകുട്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് കാണാം. പക്ഷേ ഇപ്പൊ വന്നിട്ട് അത് ശോചനീയ അവസ്ഥയിലാണ്. അത് ക്ലീൻ ചെയ്യുകയോ, അതായത് കുറെ പൊട്ടിയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ കോവിഡ് ടൈമിലൊക്കെ പൂട്ടിയൊക്കെ കിടന്നില്ലേ, അതിനുശേഷം പിന്നെ അതിനെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പൊ ഈ സ്ലൈഡർ ഒന്നോ രണ്ടോ മാത്രം നീറ്റ് ആയിട്ടുള്ളത്, അതിൽ ഇവർ കളിച്ചു. ഇവരെ പിന്നെ വിളിച്ചാൽ തിരിച്ചു വരത്തുമില്ലല്ലോ, പാർക്കല്ലേ. എങ്ങനെയൊക്കെയോ നമ്മൾ വിളിച്ചു കൊണ്ട് പോവുകയാണ്. വലിയ ഇതൊന്നുമില്ല, നമുക്ക് തിരിച്ചു പോവാം എന്ന് പറഞ്ഞു. നമ്മളപ്പോ തിരിച്ചു പോവുകയാണ്. തെൽമല എക്സ്പ്ലോർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത സ്ഥലത്ത് വെച്ച് കാണും വരെ ഓക്കെ, ബൈ ബൈ. ജി ഫാമിലി ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.